നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യണം. വ്യായാമം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും വഴിയാണ്. അതൊന്നും ലഹവിൽപ്പെട്ടതല്ല. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദനീയമായ വ്യായാമങ്ങളിൽ ഉല്ലാസങ്ങളിലും ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് ഹദീസാണ്. നമുക്കറിയാം, സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് ലഹവിൽപ്പെട്ടതല്ല. ചിലർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അത് ലഹവിൽപ്പെട്ടതല്ല. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുമായിട്ട് 2 പ്രാവശ്യമാണ് ഓട്ട മത്സരം നടത്തിയത്, സ്പോർട്സ് നടത്തി. ആ ഓട്ട മത്സരത്തിൽ ഒന്നിൽ ആദ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിൽ വിജയിച്ചു. രണ്ടാമത്തെ പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഓട്ട മത്സരം നടത്തി. ഇതൊക്കെ ഒരു യാത്രയിലാണ്. അതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചപ്പോൾ നബി പറഞ്ഞു, ഇത് ഒന്നാമത്തതിന് പകരമാണ്. ആദ്യം നീ എന്നെ തോൽപ്പിച്ചു, ഇപ്പോൾ ഞാൻ നിന്നെ തോൽപ്പിച്ചു, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന്. ആയിഷ ബീവി പറയാണ്, ആദ്യത്തെ ഓട്ടത്തിൽ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, രണ്ടാമത്തെ ഓട്ടത്തിൽ ഞാൻ തടിച്ചുപോയി, കുറച്ച് ലഹ്മ്, എനിക്ക് മാംസം വന്ന് കൊഴുത്തുപോയി, അതുകൊണ്ട് എനിക്ക് വേണ്ടത്ര സ്പീഡിൽ ഓടാൻ കഴിഞ്ഞില്ല. അതിലൂടെ മറ്റൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. തടി അത്ര സുഖകരമല്ല, ആരോഗ്യകരമല്ല. അതുകൊണ്ട് പൊണ്ണത്തടിയും അതുപോലെ തന്നെ കുടവയറും ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നു, എന്റെ സമുദായത്തിൽ ഞാൻ ഭയപ്പെടുന്നത് കുടവയറാണ്. മഹാനായ റസൂൽ കരീം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു. ഒരു വലിയൊരു മനുഷ്യൻ ഇങ്ങനെ വരികയാണ്, നടന്നിട്ട് വലിയ കുടവയറുള്ള. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എന്താ മനുഷ്യാന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കുടവയർ ചൂണ്ടിയിട്ട് അപ്പം പറഞ്ഞു, ഹദാ മിൻ ബറക്കത്തില്ലാ, ഇത് അല്ലാഹുവിന്റെ ബറക്കത്താണ് എന്ന്. അജാതി സാപ്പാടാണ്. അപ്പൊ റിസ്ക് ഇങ്ങനെ കിട്ടിയിട്ടാണല്ലോ. ഇത് ഹദാ മിൻ ബറക്കത്തില്ലാ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദാ മിൻ അദാബില്ലാ, ഇത് അല്ലാഹുവിന്റെ അദാബാണ്. കാരണം വയറ്റിൽ നിന്നാണ്, ആമാശയത്തിൽ നിന്നാണ് സകലമാന രോഗങ്ങളും ഉണ്ടാകുന്നത്. അധ്വാനിക്കുന്നതിലേറെ, ആവശ്യത്തിലേറെ ഭക്ഷണം കൊഴുപ്പ് ചെല്ലുമ്പോൾ അത് അടിഞ്ഞുകൂടിയിട്ടാണ് പൊണ്ണത്തടിയും കുടവയറും ഉണ്ടാകുന്നത്. അത്യാവശ്യമാണ്. തീറ്റ കുറക്കാൻ പറഞ്ഞാൽ നമ്മളാരും കേൾക്കൂല, അത് കുറച്ച് പ്രയാസമാണ്. പക്ഷെ വ്യായാമം കൂട്ടുക, ഓടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കായികമായ അധ്വാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മസ്ജിദുൻ നബവിയിൽ അമ്പെയ്ത്ത് നടത്തുന്നവരോട് കൂടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് കവിള് ചേർത്തുകൊണ്ടാണ് ആയിഷ ബീവി പറയാണ്, എന്റെ കവിളിനോട് പ്രവാചകർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വല്ലാത്തൊരു കുടുംബ ബന്ധത്തിന്റെ, സ്നേഹബന്ധത്തിന്റെ, ഒരു അനുരാഗത്തിന്റെ അടയാളം കൂടി ഉണ്ട് കേട്ടോ ആ പറയുന്നതിൽ. മസ്ജിദുൻ നബവിയിൽ നടക്കുന്ന ആ കായിക മത്സരം, എന്റെ നബി എന്റെ കവിളിനോട് കവിള് ചേർത്തുകൊണ്ട്, ആയിഷ നിനക്ക് കാണണ്ടേ, ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കായികമായ അഭ്യാസങ്ങൾ ആസ്വദിക്കണം. ആസ്വാദനം ലഹവിൽപ്പെട്ടതല്ല, പ്രോത്സാഹിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കൂട്ടർ, എത്യോപ്യയിൽ നിന്ന് വന്നൊരു കൂട്ടർ തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നടന്നു പോവുകയാണ്. ഇസ്മായിൽ സന്തതികളെ, നിങ്ങൾ നന്നായിട്ട് അമ്പെയ്യൂ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാണ്. നബി പക്ഷം ചേർന്നപ്പോൾ മറ്റേ വിഭാഗം പിന്തിരിയാണ്. നബി അവരുടെ കൂടെ ആണെങ്കിൽ ഞങ്ങൾ ഈ കളിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ 2 പേരുടെയും കൂടെയാണ്, കളിച്ചോളൂ, നന്നായിട്ട് കളിച്ചോളൂ എന്ന്. ശാരീരികമായ, കായികമായ, ആയോധന കലയ്ക്ക് ആവശ്യമായിട്ടുള്ള അഭ്യാസങ്ങൾ പ്രോത്സാഹനജനകമാണ്. നിങ്ങൾ നീന്തൽ പഠിക്കുക, നിങ്ങളുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കുക എന്ന് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ വ്യായാമത്തിന്റെ കാര്യത്തിലും കായികാഭ്യാസത്തിന്റെ കാര്യത്തിലും മുസ്ലിമീങ്ങൾ വളരെ പിന്നിലാണ്. എവിടെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാലോ അത് വലിയ തീവ്രവാദമാണ്. മാക്സ് 7 വല്ലാത്തൊരു വിവാദമായല്ലേ. നിരുപദ്രവകരമായ ഒരു ആൾക്കൂട്ടത്തിന്റെ വ്യായാമം, ജാതിമത സംഘടനാ വ്യത്യാസമില്ലാതെ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ശാരീരികമായ ക്ഷമതയ്ക്ക് വേണ്ടിയും മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയും വടക്കൻ മേഖലകളിൽ, മലബാർ മേഖലയിൽ പലയിടത്തും വ്യാപകമായിട്ട് നടന്നിരുന്നത് 2 സംഘടനകളോട് കൂട്ടിക്കെട്ടിച്ചുകൊണ്ട് പറയാനിപ്പം അത് വല്ലാത്തൊരു ഭീകരവാദമാണ്. NIA വന്നിട്ട് അന്വേഷിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപിടിച്ച വിവാദങ്ങൾ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യാത്ത കാര്യം ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിവാദമായതാണ്. ആദ്യം